ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തായിട്ടുണ്ടാക്കുന്ന സോപ്പ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യുവാണ്. ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് ഒരു 50 ml അടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. 50 ml ജ്യൂസ് 500 ഗ്രാം ബേസിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജ്യൂസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എളുപ്പം ചെയ്യാൻ പറ്റുന്ന സോപ്പുകൾ വേറെ ഒന്നുമില്ല. എല്ലാ സോപ്പുകളും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് വൈറ്റമിൻ ഇയുടെ ഡ്രോപ്പാണ്. ഒരു 5 വൈറ്റമിൻ ഇയുടെ ഡ്രോപ്പ് ഒഴിക്കുന്നുണ്ട്. ഗ്ലിസറിൻ ചേർക്കേണ്ടതൊക്കെ ചേർക്കാം. ഗ്ലിസറിൻ ഞാൻ ഏകദേശം 1 സ്പൂൺ കണക്കാക്കിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഒടുവിൽ ചേർക്കേണ്ടത് സ്മെല്ലാണ്. അപ്പം ഫ്രൂട്ട് മസ്കിൻ്റെ സ്മെല്ലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 10 ml ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ശകലോടെ 10 ml കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി സ്മെല്ല് കുറയണ്ട എന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. വലിയ താമസമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് റെഡി ആയി കഴിഞ്ഞു, ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളത് മോൾഡുകളിലേക്ക് മാറ്റുവാണേ. നല്ലൊരു കളറാണ് കേട്ടോ. ശംഖുപുഷ്പത്തിൻ്റെയൊക്കെ സോപ്പിനൊരു എല്ലാത്തിനും നമ്മൾ നാച്ചുറൽ കളറാണ് ആഡ് ചെയ്യുന്നത്. നാച്ചുറൽ കളർ ആഡ് ചെയ്യാത്തത് റെഡ് വൈൻ്റെ സോപ്പിന് മാത്രമേ നമ്മളൊരു റെഡ് കളർ എക്സ്ട്രാ കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കളറുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പ്രത്യേകിച്ച് സെപ്പറേറ്റ് ഇതിന് വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഇത്രയും മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നിറയാത്തതിലേക്ക് നിറച്ചൊഴിക്കുവാണ്. മിച്ചമുള്ളതെല്ലാം കൂടെ കൂട്ടി നമ്മളൊരു സോപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശംഖുപുഷ്പത്തിൻ്റെ സോപ്പും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, വലിയ ലെങ്തി അല്ല. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ അഭ്യർത്ഥനയൊക്കെ മാനിച്ചിട്ടാണ് നമ്മൾ വീഡിയോ വളരെ ഷോർട്ടായിട്ട് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ടൈമിൻ്റെ കുറവും എല്ലാം കൂടെ പരിചരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങളെല്ലാവരും എൻ്റെ നല്ല കൂട്ടുകാരാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വളർച്ചയിൽ നമ്മളെ സഹായിക്കുന്നവരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ടാറ്റ ബൈ ബൈ.